വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന മറുപടിയുമായി കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവ്. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ വനം മേധാവിക്ക് അധികാരം നൽകിയിട്ടുണ്ടെന്നും സംസ്ഥാനം നടപടി സ്വീകരിക്കുന്നില്ലെന്നും ഭൂപേന്ദ്ര യാദവ്. അതേസമയം കാട്ടുപന്നികളെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാനാകില്ലെന്നും നിലവിൽ സംരക്ഷിത മൃഗങ്ങളുടെ പട്ടികയിലാണെന്നും കേന്ദ്രം ആവർത്തിച്ചു. വഴിക്കടവിലെ അപകടമരണത്തിന് ശേഷം ദില്ലിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലായിരുന്നു കേന്ദ്ര വനം മന്ത്രി ഭൂപേന്ദ്ര യാദവിന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവന. അക്രമകാരികളായ വന്യമൃഗങ്ങളെ കൊല്ലാൻ വനം മേധാവിക്ക് അധികാരമുണ്ട്. ഇതിന് കേന്ദ്രാനുമതി ആവശ്യമില്ലെന്നും സംസ്ഥാനം അധികാരം ഉപയോഗിക്കണമെന്നുമായിരുന്നു ഭൂപേന്ദ്ര യാദവിന്റെ പ്രതികരണം. The center has provided guideline to the state to implement few measures. It include give power to panchayat to kill wildlife board if they threaten to harm human lives or crops. But unfortunately, the state government has not taken any step in implementing this. അതേസമയം കാട്ടുപന്നി നിലവിൽ സംരക്ഷിത മൃഗങ്ങളുടെ രണ്ടാം പട്ടികയിലാണെന്നും കേന്ദ്ര വനപരിസ്ഥിതി മന്ത്രാലയം ആവർത്തിച്ചു. കടുവയും ആനയും ഒന്നാം പട്ടികയിൽ തുടരും. കാട്ടുപന്നികളെ ക്ഷുദ്രജീവികളായി പ്രഖ്യാപിക്കാനാവില്ലെന്നും കേന്ദ്രം വ്യക്തമാക്കി. 1972 വനം വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യാൻ ആലോചനയില്ലെന്ന് നേരത്തെ പാർലമെന്റിലും കേന്ദ്രം മറുപടി നൽകിയിരുന്നു. കേരളത്തിൽ മാത്രമല്ല വിവിധ സംസ്ഥാനങ്ങളിൽ വന്യജീവി ആക്രമണം മൂലം മരണങ്ങൾ വർദ്ധിക്കുമ്പോഴും കേന്ദ്ര സർക്കാർ നടപടി സ്വീകരിക്കാതെ സംസ്ഥാനങ്ങളെ പഴിചാരി രക്ഷപ്പെടുന്ന സമീപനം ആവർത്തിക്കുകയാണ്. കൈരളി ന്യൂസ്, ദില്ലി.